ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടേ, ഇപ്പോൾ സമരം നടക്കുന്നുണ്ടല്ലോ, LPST മറ്റേ UPSC സമരം അവരിപ്പോൾ തൽക്കാലത്തേക്കൊന്ന് നിർത്തിവെച്ചതാണ്. അതിൻ്റെ സ്ഥിതി നിങ്ങൾക്കറിയോ? അതായത് 500 വേക്കൻസി ഉള്ള സമയത്താണ് ഇത് ഈ PSC ഇത് ചെയ്യുന്നത്. PSC പരീക്ഷ നടത്തി ഇത് ചെയ്യുന്നത്. 15,000 പേരുടെ ലിസ്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 500 വേക്കൻസി. 500 വേക്കൻസിയുടെ സ്ഥിതി എന്താണെന്നറിയോ? അപ്പോൾ ഈ 500 വേക്കൻസി റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ഡിവിഷൻ ഫോൾ 1131 ഉണ്ട്. അതായത് ഡിവിഷൻ ഫോളിലൂടെ ജോലി നഷ്ടപ്പെടുന്ന അധ്യാപകരുടെ എണ്ണം അപ്പോൾ 1131 1131 വരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം, വേക്കൻസി ഇല്ലാത്ത. അപ്പോഴാണ് 500 അപ്പോൾ 500 വേക്കൻസി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 631 പോലും ഇല്ല. മനസ്സിലായില്ലേ? അതായത് ഈ 1131 വരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഡിവിഷൻ ഫോൾ ഉള്ളപ്പോൾ ഇപ്പോൾ വേക്കൻസി ഇല്ല. ശരിക്കും വേക്കൻസി ഇല്ല. കാരണം ഈ 500 കഴിഞ്ഞാലും വീണ്ടും 631 വരെ കൂടി പ്രൊട്ടക്ട് ചെയ്യണം. നിലവിലുള്ള 500 വേക്കൻസിയും പിന്നെ 631 വരെ കൂടി പ്രൊട്ടക്ട് ചെയ്യണം. ആ സമയത്താണ് വീണ്ടും പരീക്ഷ നടത്തിയിട്ട് 15,000 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ല, അങ്ങനെ പരീക്ഷ നടത്തുന്നത് തന്നെ ശരിയാണോ? ഇല്ലാത്ത വേക്കൻസിയിൽ പരീക്ഷ നടത്താമോ? ഇല്ലാത്ത വേക്കൻസിയിലാണ് ആ പരീക്ഷ നടത്തിയത്. ഇല്ലാത്ത വേക്കൻസിയിൽ പരീക്ഷ നടത്തി. ഇപ്പം ഈ ഗവൺമെൻറ്റാണ് എൻ്റെ തലയിലായി അത് ഇല്ലേ, നമ്മുടെ മുമ്പിലായി. അപ്പം നേരത്തെ 1:40 ആയിരുന്നു റേഷ്യോ, സ്റ്റുഡൻറ്റ് ടീച്ചർ റേഷ്യോ. പല കാലങ്ങളായിട്ട് അത് കുറച്ചു കൊണ്ടു 1:35 ആയി, 1:30 ആയി. ഇപ്പോൾ 1:25 ആക്കണമെന്നാണ് ഇപ്പോഴത്തെ ഡിമാൻഡ്. 25 കുട്ടികൾക്ക് ഒരു സ്റ്റുഡൻറ്റ്. പിന്നെ നിങ്ങൾക്കറിയാം, സർക്കാർ സ്കൂളുകളിലെ കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡെമോഗ്രാഫിക് ചേഞ്ചാണ്, അല്ലാതെ പൊതു സംവിധാനത്തിലുള്ള കുറവല്ല. നേരത്തെ തന്നെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ അത് ദൃശ്യമായി തുടങ്ങി. എണ്ണം കുറയാണ്, എൻറോൾമെൻറ്റ് കുറയാണ്, കുട്ടികളുടെ എണ്ണം.